ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളിന് ശേഷമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3 ഇയേഴ്സിനേക്കാൾ കൂടുതലായിട്ടുണ്ട് ഞാൻ എൻ്റെ ലാസ്റ്റ് ആക്ച്വൽ പ്രോപ്പർ വ്ളോഗ് എടുത്തിട്ട്. കുറേ നാളായിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വീഡിയോസ് എടുക്കണം. പക്ഷേ ലൈഫിൻ്റെ തിരക്ക് കാരണങ്ങൾ കൊണ്ടും വേറെ പേഴ്സണൽ റീസൺസ് കൊണ്ടും അതിനുള്ള ഒരു സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ ഇത് എടുക്കുന്നത്. ഈ കഴിഞ്ഞ 3 ഇയേഴ്സിൽ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടായി. കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ നടന്നു. ഞങ്ങളിപ്പോൾ കാനഡയിൽ വന്നിട്ട് 5 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഈ വർഷം ഡിസംബർ ആകുമ്പോൾ 6 ഇയേഴ്സ് ആകും. അപ്പോൾ ഓൾമോസ്റ്റ് 5.5 ഇയേഴ്സായി ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട്. അതിലും ഈ കഴിഞ്ഞു പോയ 3 വർഷം ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇയേഴ്സായിരുന്നു. ഞങ്ങൾക്ക് കരിയർ വൈസായിട്ടാണെങ്കിലും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒക്കെ കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ച 2-3 വർഷങ്ങൾ. ഈ ചാനൽ അപ്ഡേറ്റ് ആയി പോകാനായിട്ട്, അതായത് പുതിയ വ്ളോഗായിട്ടൊന്നും ഇട്ടില്ലെങ്കിലും എനിക്ക് പറ്റാവുന്നതല്ല, ഞാൻ കുറേ ഷോർട്സൊക്കെ ഇടും. ഇൻസ്റ്റാഗ്രാമിലിടുന്ന റീലൊക്കെ ഞാൻ ഇതിനകത്ത് ഇടും. അപ്പോൾ അതിനൊക്കെ വ്യൂസ് വരുന്നതും ലൈക്സ് കാണുന്നതും എൻ്റെ പഴയ വീഡിയോസിന് ലൈക്സ് കയറുന്നതും പിന്നെ കമൻസ് വരുന്നതും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുന്നതൊക്കെ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ഇത് പിന്നെയും ഓപ്പൺ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷം ഞാൻ ആക്ച്വലി ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫസ്റ്റ് ബേബി ഉണ്ടായിട്ടുള്ള മെറ്റേണിറ്റി ലീവിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ച് ഞാൻ എൻ്റെ വർക്കിന് കയറി, അങ്ങനെ ബേബി ആയിട്ടും അങ്ങനെ മൊത്തത്തിലും ബിസി ആയിപ്പോയി. അതിനുശേഷം ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു മെറ്റേണിറ്റി ലീവിലാണ്. ഞങ്ങളുടെ സെക്കൻഡ് ബേബി ബോയ് ഉണ്ടായിട്ട് പുള്ളിക്കാരനോട് കിടന്ന് കറങ്ങുന്നുണ്ട്. അവനുണ്ടായിട്ടുള്ള എൻ്റെ മാറ്റ് ലീവിലാണ്. ഇപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് ഫ്രീ ആയി, കുറച്ചും കൂടെ ഐ എം എൻജോയിങ് മദർഹുഡ് അറ്റ് ദി സെയിം ടൈം. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കൂടുതൽ സമയം വർക്ക് ബിസി അല്ലാണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഓർത്ത് വൈ നോട്ട് റീസ്റ്റാർട്ട് ഇറ്റ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പം മെയിനായിട്ട് ഞങ്ങളുടെ ലൈഫിൽ വന്നൊരു വലിയ അപ്ഡേറ്റ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുഞ്ഞ് സെക്കൻഡ് ബേബി ബോയ്, അവനിവിടെ നല്ല കളിയിലാണല്ലോ. ഞാൻ അതേ കണ്ടോ ഇവിടെ ഉള്ള ടോയ്സൊക്കെ എടുത്ത ആളുടെ ലോകത്തങ്ങനെ കളിക്കുകയാണ്. ഇത് കൂടാണ്ട് പിന്നെ ഞങ്ങളുടെ ലൈഫിൽ വന്ന ഒരു വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസി കിട്ടിയത്. അത് ഓൾമോസ്റ്റ് 2 ഇയേഴ്സായി. 2023 ഓഗസ്റ്റിലാണ് ഞങ്ങളുടെ PR കിട്ടുന്നത് ഇവിടെ. അപ്പോൾ വി ആർ പെർമനന്റ് റെസിഡൻസ് നൗ. പിന്നെ വന്നൊരു അപ്ഡേറ്റ്, പിന്നെ ഞാൻ എൻ്റെ ഒരു പ്രോപ്പർ ഫീൽഡ്, ഞാൻ പഠിച്ച ഫീൽഡ്, ഞാൻ നാട്ടിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ വന്നിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പഠിച്ചതാണ്. ഇവിടുത്തെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന്. അപ്പോൾ എനിക്കത് ബേസ് ചെയ്തിട്ട് എനിക്കിവിടെ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ ഞാൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ദാറ്റ് വാസ് എ ഹ്യൂജ് തിങ് ഫോർ മീ. അല്ലെങ്കിൽ കരിയർ വൈസ് നമ്മൾ കുറേ ആഗ്രഹിച്ച ഒരു ജോബായിരുന്നു അത്. സോ അപ്പോൾ അതിൻ്റെ മാറ്റ് ലീവിലാണ് ഞാനിപ്പോൾ. ഐ എം ഗെറ്റിംഗ് ബാക്ക് ടു വർക്ക് നവംബർ ദിസ് ഇയർ. അപ്പോൾ സോ ദാറ്റ്സ് ബിഗ്. പിന്നെ പറയുകയാണെങ്കിൽ PR-ൻ്റെ സ്റ്റോറി ആക്ച്വലി അതൊരു വലിയ കഥയാണ്. അത് എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അതൊരു വേറെ വ്ളോഗായിട്ട് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും ഞങ്ങൾ PR സ്റ്റോറി. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഞാൻ ജസ്റ്റ് ഷോർട്ട് വീഡിയോ ഞങ്ങൾക്ക് ഈ 3 വർഷത്തിൽ ഞങ്ങൾ കടന്നുപോയ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് വീഡിയോ. ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെ വരാം. അപ്പം അതിന് മുന്നേ ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇതാരാ? ദിസ് ഇസ് തിയഡോർ. ഞങ്ങൾ തീയോ എന്ന് വിളിക്കും. ഈ സാർ ബേബി ബോയ്. പുള്ളിക്കാരൻ ഭയങ്കര ബിസിയാണ് ഇവിടെ കളി. ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഞങ്ങളങ്ങനെ കുറേ നേരമൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കും. ഞങ്ങൾ ടോയ്സൊക്കെ വെച്ചില്ലേ. പൊന്നി
ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്കപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് we'll see you later. So keep in touch. Bye bye. Say bye. Say bye.